ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജു. ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ പോലും, ഞാൻ എല്ലാവരുമായി സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായി, പ്രതിപക്ഷ നേതാവുമായി, AICC ജനറൽ സെക്രട്ടറിമാരുമായി, ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു. ഈ നിമിഷം വരെ എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ചൊരു വിഷയമുണ്ട്, ഒരു യുവനടിയുടെ ആരോപണങ്ങൾ വന്നു എന്ന്. ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ്. അവരെന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നുമില്ല. ഇപ്പോഴും എൻ്റെ ബോധ്യം, ഞാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി, ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം വരെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിൽ പോലും ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ? ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്കെതിരായിട്ടൊരു പരാതിയുണ്ടോ? ഇനി പരാതി ആർക്കും കൊടുക്കാം. അപ്പം നിങ്ങൾക്കെതിരെ എനിക്കും പരാതി കൊടുക്കാം. എനിക്ക് പരാതി ചമപ്പിക്കാനും പറ്റും. അതെല്ലാം ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അതൊക്കെ പറ്റും. പക്ഷേ ആ ചമയ്ക്കപ്പെട്ടൊരു പരാതി പോലും എനിക്കെതിരായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനി ആർക്കെങ്കിലും എന്നെ പറ്റിയിട്ട് അത്തരത്തിൽ പരാതിയുണ്ടോ? സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് പരാതി കൊടുക്കാം. ഈ രാജ്യത്ത് കോടതിയുണ്ട്, നീതിന്യായ സംവിധാനങ്ങളുണ്ട്. ആ നീതിന്യായ സംവിധാനങ്ങളിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യാം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ കാലത്താണെന്ന് ആലോചിക്കണം. അത്തരത്തിലൊരു പരാതി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ലാത്ത കാലമൊന്നും അല്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ലാത്ത കാലമൊന്നുമല്ല. ഞാൻ ഗർഭചിത്രം നടന്നു എന്നതുമായി ബന്ധപ്പെട്ടൊരു പരാതി, ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ടോ? ഒരു പരാതി വന്നാൽ ഞാൻ അതിന് മറുപടി പറയാം.